പ്രിയപ്പെട്ടവരെ, സംസാരിക്കുന്നത് അറക്കൽ ബാവയാണ്. മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് സെൻ്ററുകൾ വളരെയധികം സജീവമായി പുതിയ യൂണിറ്റുകൾ തുടങ്ങി ആവേശപൂർവ്വം മുന്നേറുന്നു. ഓരോരുത്തരും ശാരീരിക ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടിയും ജീവിതശൈലി രോഗവിമുക്തിക്ക് വേണ്ടിയും മെക്സവനെ ആശ്രയിക്കുന്നത് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ശ്രദ്ധിക്കുക, രാവിലെ എഴുന്നേറ്റ ഉടനെ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുകയും ഈന്തപ്പഴമോ കുതിർത്ത ഉണക്കമുന്തിരിയോ നിങ്ങളുടെ സൗകര്യം പോലെ കഴിക്കാം. ഇരുട്ടാണെങ്കിൽ ചെറിയ വെളിച്ചമോ ഫോൾഡ് ചെയ്യാവുന്ന വടിയോ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. വെള്ള വസ്ത്രമോ റിഫ്ലക്ടറുള്ള ജാക്കറ്റോ ധരിക്കുന്നത് ഇരുട്ടിൽ റോഡിലൂടെയുള്ള നടത്തത്തിന് സുരക്ഷ നൽകും. സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാതിരിക്കലാണ് സുരക്ഷിതത്വം. ഒരേ സ്ഥലത്ത് നിന്നും സെൻറ്ററിലേക്ക് വരുന്നവർ ഒരുമിച്ചാവുന്നത് യാത്ര ഒരുമിച്ചാക്കുന്നത് നല്ലതാണ്. സെൻ്ററുകളിൽ കുടിവെള്ള സൗകര്യമോ ORSO മറ്റു തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങളോ ഏതെങ്കിലും ഒരാൾ സ്ഥിരമായി കരുതുന്നത് നല്ലതാണ്. നിശ്ചിത സമയക്രമം പാലിച്ചും അധികം നീണ്ടുപോവാതെയും വ്യായാമം തീർക്കാൻ ട്രെയിനർമാർ ശ്രദ്ധിക്കണം. ക്യാപ്റ്റൻ നിർദ്ദേശിച്ചതുപോലെ, സലാഹുദ്ദീൻ സാറിൻ്റെ നിർദ്ദേശം പോലെ അമിതഭാരമുള്ളവർ, കാൽമുട്ടിനോ അരക്കെട്ടിനോ വേദനയുള്ളവരൊക്കെ ബെൻഡിങ് എക്സസൈസും ജമ്പിങ് ജാക്സും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കുകയും ചെയ്യുക. മരുന്ന് സ്ഥിരമായി കഴിക്കുന്നവർ കൃത്യമായ ഇടവേളകളിൽ ചെക്കപ്പ് നടത്തി മരുന്നുകളുടെ അളവ് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കുറച്ചു കൊണ്ടുവരേണ്ടതാണ്. സൺഡേ ഫണ്ടേ മറ്റ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നത് വളരെ സന്തോഷം നൽകുന്നതും അഭിനന്ദനാർഹമായ കാര്യവുമാണ്. എങ്കിലും ടൂറുകളും മറ്റ് യാത്രകളും ഒക്കെ സംഘടിപ്പിക്കുമ്പോഴും ഏത് പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോഴും വേണ്ട ജാഗ്രതകൾ പുലർത്തുക. സൗകര്യമുള്ളവർ പങ്കെടുക്കുക. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ കൂടി പുതുതായി സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. സ്വർണ്ണാഭരണത്തിന് തീവിലയുള്ള കാലത്ത് ആഭരണങ്ങൾ ധരിച്ച് മെക്സവൻ സെൻറ്ററിലേക്ക് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിക്കുകയും സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി, വരും സമൂഹത്തിനു വേണ്ടി നമുക്ക് കാത്തു സൂക്ഷിച്ച് നൽകാവുന്ന ഈ സലാഹു മാജിക്കിനെ നെഞ്ചേറ്റുക. നന്ദി. ജയ് ഹിന്ദ്.